നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് റിപ്പോർട്ട് പത്രത്തിൽ കണ്ടുവെന്നും അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും അത് ലഭിച്ച ശേഷം ബാക്കി നോക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അതേസമയം വയനാട് തുരങ്കപാത സംബന്ധിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞു. ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ മലയാളികളായ 2 NIA ഉദ്യോഗസ്ഥർക്ക് NIA സബ് ഇൻസ്പെക്ടർ G വിജയകുമാറിനും ASI സന്തോഷ് V ആറിനുമാണ് അംഗീകാരം. തിരുവനന്തപുരം സ്വദേശിയായ വിജയകുമാർ ഡൽഹി NIA ആസ്ഥാനത്ത് പ്രവർത്തിച്ചു വരികയാണ്. കേരള പോലീസിൽ സർവീസിലിരിക്കെ കഴിഞ്ഞ 15 വർഷം മുമ്പാണ് വിജയകുമാർ ദേശീയ അന്വേഷണ ഏജൻസിയിൽ ചേർന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ തമിഴ്നാട്ടിൽ BJP നടത്താനിരിക്കുന്ന ബൈക്ക് റാലികൾക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകി. ദേശീയ പതാക വഹിച്ചുള്ള റാലിക്കാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. ഹൈക്കോടതി ഉത്തരവ് തമിഴ്നാട് സർക്കാരിന് തിരിച്ചടിയായി. തമിഴ്നാട് സർക്കാർ റാലിക്ക് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് BJP ഹൈക്കോടതിയെ സമീപിച്ചത്. ദേശീയ പതാക വഹിച്ചുള്ള റാലിക്കെതിരായ സർക്കാർ നിലപാട് മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ദേശീയ പതാക ഉയർത്താൻ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നും ഹൈക്കോടതി ചോദിച്ചു. കണ്ണൂർ ജില്ലയിലെ തടിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള 100ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായി സംശയം. ഇന്നലെ രാത്രിയോടെയാണ് അധ്യാപകർക്കും കുട്ടികൾക്കും ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകിയിരുന്നത് ചിക്കൻ കറിയായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് വയറുവേദനയും പിന്നാലെ ഛർദിയും ഉണ്ടായതെന്നാണ് വിവരം. ചിക്കൻ കറിയിൽ നിന്നുമാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം ഏകദേശം 700ഓളം പേരാണ് ഇന്നലെ സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചത്. സംസ്ഥാനത്ത് IPS തലപ്പത്ത് അഴിച്ചുപണി. 7 SP-മാർക്കും 2 കമ്മീഷണർമാർക്കുമാണ് മാറ്റം. കോഴിക്കോട് റൂറൽ, കാസർഗോഡ്, കണ്ണൂർ റൂറൽ, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, വയനാട് SP-മാരെയാണ് സ്ഥലം മാറ്റിയത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇനി മുതൽ IPS ഉദ്യോഗസ്ഥരായ 2 DCP-മാർ വീതം ഉണ്ടാകും. കാഫിർ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. കോഴിക്കോട് കമ്മീഷണർ രാജ്പാൽ മീണയെ കണ്ണൂർ റേഞ്ച് DIG ആക്കി. DIG ആയിരുന്ന തോംസനെ നേരത്തെ മാറ്റിയിരുന്നു. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാരനും മാറ്റമുണ്ട്. തോംസണും അരവിന്ദ് സുകുമാറുമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിച്ചിരുന്നത്. T നാരായണനാണ് പുതിയ കോഴിക്കോട് കമ്മീഷണർ. EP ജയരാജൻ വധശ്രമ കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. സുധാകരന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. സുധാകരനെതിരെ ശക്തമായ തെളിവുണ്ടെന്നും സംസ്ഥാന സർക്കാർ അപ്പീലിൽ പറയുന്നു. സ്റ്റാൻഡിംഗ് കൌൺസിൽ ഹർഷദ് V ഹമീദാണ് അപ്പീൽ സമർപ്പിച്ചത്. EP ജയരാജൻ വധശ്രമ കേസിൽ സുധാകരനെതിരെ തെളിവുകൾ ഇല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം സുധാകരനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ സൈനിക ക്യാപ്റ്റന് വീരമൃത്യു. 48 രാഷ്ട്രീയ റൈഫിൾസ് ക്യാപ്റ്റൻ ദീപക് സിംഗ് ആണ് വീരമൃത്യു വരിച്ചത്. ദോഡ ജില്ലയിലെ അസർ മേഖലയിൽ ബുധനാഴ്ച രാവിലെ 4 ഭീകരർ സൈനികർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഒരു സാധാരണക്കാരനും പരിക്കേറ്റു. ശിവ്ഗഡ് അസർ മേഖലയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ കണ്ടെത്താനായി നടന്ന തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. വെടിവെപ്പിൽ ഒരു ഭീകരന് പരിക്കേറ്റിരുന്നു. ഇയാൾക്കായി തിരച്ചിൽ നടത്തുകയാണെന്നും സൈന്യം അറിയിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് വിലക്കയറ്റം സംബന്ധിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർമാർ, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി, സിവിൽ സപ്ലൈസ് കമ്മീഷണർ, ലീഗൽ മെട്രോളജി കൺട്രോളർ ഉൾപ്പെടെയുള്ള വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ ബൌളിംഗ് പരിശീലകനായി ദക്ഷിണാഫ്രിക്കൻ മുൻ പേസർ മോണി മോർക്കലിനെ നിയമിച്ചു. സെപ്റ്റംബർ 1 മുതലാണ് മോർക്കലുമായി കരാർ. BCCI സെക്രട്ടറി ജയ്ഷാ ഇക്കാര്യം സ്ഥിരീകരിച്ചു. മോർക്കൽ ഇന്ത്യയുടെ ബൌളിംഗ് കോച്ചായി നിയമിതനാകുമെന്ന് ശ്രീലങ്കൻ പര്യടനത്തിന് മുന്നേ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. IPL ടീമായ ലക്നൌ സൂപ്പർ ജയൻസിൽ നിലവിലെ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ടീമിന്റെ ഉപദേശകനായിരുന്നപ്പോൾ മോർക്കൽ ബൌളിംഗ് പരിശീലകനായി പ്രവർത്തിച്ചിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ മുൻപ് ഇരുവരും 3 സീസണുകളിൽ ഒരുമിച്ച് കളിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ ബൌളിംഗ് പരിശീലകനായും പ്രവർത്തിച്ചിട്ടുണ്ട്.